കാപ്പ കേസ് പ്രതികൾക്കൊപ്പം കഞ്ചാവ് കടത്തിയതിന് പോലീസ് ഡ്രൈവർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്റ്റേഷനിലെ ഡ്രൈവറായ അസറാണ് അറസ്റ്റിലായത്. അഹമ്മദാബാദിലെ ആശ്രമത്തിൽ ഒളിവിൽ കഴിയവെയാണ് അറസ്റ്റ്. മനോജ് പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനോജ്, ഇയാൾ കുറ്റക്കാരനാണ്, നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇദ്ദേഹം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. സസ്പെൻഷനിലാകുന്ന സമയത്ത് ജോലി ചെയ്തിരുന്നത് തൃശൂർ സിറ്റി AR ക്യാമ്പിലാണ്. അവിടെ നിന്നുമാണ് സസ്പെൻഷനിലായി ഇദ്ദേഹം ഈ കഞ്ചാവ് കേസിൽ പെട്ടുപോകുന്നത്. കൊല്ലം നമ്മുടെ പുനലൂരില് 30 കിലോ കഞ്ചാവുമായിട്ട് കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ കഞ്ചാവ് കടത്തിയതിന്റെ മുഖ്യ സൂത്രധാരനാണ് പോലീസ് ഡ്രൈവറായ ഇദ്ദേഹം കൊല്ലം കരുനാഗപ്പള്ളി കാട്ടിൽക്കടവ് പൈങ്ങക്കുളങ്ങര വീട്ടിൽ ബക്കർ ബാബ എന്നറിയപ്പെടുന്ന അസർ എന്നാണ് ഇയാളുടെ പേര്. ഇയാള് വേറെയും നിരവധി കേസുകൾ പ്രതിയാണ്. കഴിഞ്ഞ ജൂലൈയിൽ വിജയവാഡയിൽ നിന്നും കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ 6 പേർക്കൊപ്പം അസർ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയും ഈ കേസിലെ മറ്റ് പ്രതികളെ കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ നിന്നും 30 കിലോ കഞ്ചാവുമായി പിടികൂടുന്നതിനിടെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ ഓച്ചിറയിൽ വെച്ച് സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ പോലീസ് കൈകാണിക്കുകയും വെട്ടിച്ച് കടന്നുകളയും. തുടർന്ന് ഈ കഞ്ചാവ് പുനലൂരിലെ ഒരു ആദിവാസി കോളനിയിൽ കൊണ്ട് സൂക്ഷിക്കുകയായിരുന്നു. അവരെ പിടിച്ച് ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതും. പോലീസ് അന്വേഷിക്കുമ്പോൾ നിലവിൽ ഇദ്ദേഹം സസ്പെൻഷനുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കുകയും അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇയാള് ജൂലൈയിൽ മൈസൂരിലേക്കും രാജസ്ഥാനിലേക്കും പിന്നീട് പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലൊക്കെ ഒളിവിൽ കഴിയുകയായിരുന്നു. അവസാനമായി ഗുജറാത്തിൽ അഹമ്മദാബാദിലെ മരോദയിലുള്ള ഒരാശ്രമത്തിൽ സ്വാമിയുടെ സഹായിയായി കഴിഞ്ഞു വരുന്നതിനിടെയാണ് പോലീസ് സംഘം തന്ത്രപരമായി അവിടെ എത്തി ഇയാളെ കൊടുക്കുന്നത്. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇയാൾ തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവറായിരിക്കെയാണ് ഈ കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നത്. ഇതിനിടെ ഒളിവിൽ പോകുന്നത്. പിന്നീട് ഇയാളെ ആശ്രമത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.